നമസ്കാരം, നിഖിലാണ്. വാഹന രംഗത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായെത്തുന്ന ഡിജി ഡ്രൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വാഹനം ടാറ്റയുടെ Curvv.ev ആണ്. ഇലക്ട്രിക് വാഹന വിപണി നിലവിൽ അടക്കി ഭരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സ് ആണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം നെക്സോൺ EVയിൽ തുടങ്ങിയ അവരുടെ യാത്ര ഇപ്പോൾ ഈ ഒരു Curvv.evയിൽ അവസാനിച്ച് നിൽക്കുകയാണ്. ഇനിയും ആ യാത്ര തുടരും എന്നാണ് ടാറ്റയിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരങ്ങളും. അപ്പോൾ Curvv.evയിലേക്ക് വരുമ്പോൾ ആദ്യം ടാറ്റ നെക്സോൺ EV ഇറക്കിയ സമയത്ത് അതിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവരുടെ നിലവിലുണ്ടായിരുന്ന IC എഞ്ചിൻ വാഹനത്തെ കൺവേർട്ട് ചെയ്തിട്ടാണ് EV ആക്കി പുറത്തിറക്കിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ടിയാഗോയും ടിഗോറും ഒക്കെ അങ്ങനെ മാറ്റി ഇറക്കി. ഇതിനിടയിൽ പഞ്ചിറക്കി. ഇതിനിടയിൽ അവർ പൂർണ്ണമായും മുഖം ഒന്ന് മിനുക്കി, മൊത്തത്തിൽ മുഖമൊന്ന് മാറ്റി ഫേസ് ലിഫ്റ്റായി. എല്ലാ വാഹനത്തിൻ്റെയും ഫേസ് ലിഫ്റ്റ് ഇറങ്ങി. ഹാരിയറിൻ്റെയും നെക്സോണിൻ്റെയും പഞ്ചിൻ്റെയും എല്ലാത്തിൻ്റെയും ഫേസ് ലിഫ്റ്റ് ഇറങ്ങി. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പഞ്ചിൻ്റെ അടക്കം EVയും അവർ ലോഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ലോഞ്ച് ചെയ്ത് അവസാനം കുറേയധികം EVകളായി. ഇപ്പോൾ ഏറ്റവും അവസാനമായി Curvv.ev എന്ന ഒരു ഇലക്ട്രിക് വാഹനം പുറത്തിറക്കിയിട്ടുണ്ട്. ഈ കർവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കർവ് പ്യുവർ EV ആണ്. അതായത് പ്യുവർ EV എന്ന് പറയാൻ കാര്യം ടാറ്റയുടെ തന്നെ ഇലക്ട്രിക് വാഹനത്തിന് വേണ്ടിയിട്ട് മാത്രം നിർമ്മിച്ച ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു വാഹനമാണ് ഇന്നിപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു വാഹനത്തെ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു വാഹനത്തിൻ്റെ 10 പ്രത്യേകതകളിലേക്കാണ് പോകേണ്ടത്. ആദ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു പ്യുവർ EV ആണ് എന്നുള്ളതാണ്. ടാറ്റയുടെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി മാത്രമായി നിർമ്മിച്ച Acti.ev എന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിട്ടുള്ളത്. ടാറ്റ ആദ്യമായി ലോഞ്ച് ചെയ്യാനിരുന്നതും, അതായത് അവർ ആദ്യമായി അവതരിപ്പിച്ചത് ഈ ഒരു കർവിലായിരുന്നു. Acti.ev അവരുടെ എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ EVക്ക് വേണ്ടി മാത്രമുള്ള ആ ഒരു പ്ലാറ്റ്ഫോം. പക്ഷേ ആദ്യമായി ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത് പഞ്ചിലാണ്. പുതിയ EV പഞ്ച് ഈ ഒരു Acti.ev എന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ്, ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പ്ലാറ്റ്ഫോമിലാണ് പഞ്ച് ഇറക്കിയിട്ടുള്ളത്. അതേ Acti.ev എന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനവും പുറത്തിറക്കിയിട്ടുള്ളത് എന്ന് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഇനി ഈ വാഹനത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത നോക്കിയാൽ ഈ ഒരു വാഹനം 2 ബാറ്ററി പാക്കുകളിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. 55 കിലോ വാട്ടിൻ്റെയും 45 കിലോ വാട്ടിൻ്റെയും 2 ബാറ്ററി ഓപ്ഷനുകൾ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 55 കിലോ വാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 585 റേഞ്ച് പറയുന്നത്. അതായത് ഒപ്പം തന്നെ ഇലക്ട്രിക് മോട്ടറിൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞാൽ 215 Nm ആണ്. ടോപ്പ് സ്പീഡ് 160 അതാണ് 55 കിലോ വാട്ടിൻ്റെ ബാറ്ററിയുടെ ഓപ്ഷൻസ്. ഇനി 45ലേക്ക് വന്നാൽ 45 കിലോ വാട്ടിൻ്റെ ബാറ്ററി ഓപ്ഷനിൽ വാഹനത്തിന് 502 കിലോമീറ്റർ ആണ് മൈലേജ്. അതായത് ഫുൾ ചാർജിൽ 502 കിലോമീറ്റർ ഓടും. വാഹനത്തിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 215 Nm തന്നെയാണ്. മറ്റൊരു ഓപ്ഷൻ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 150 വരുന്നത്. അപ്പോൾ അങ്ങനെ 2 ബാറ്ററി ഓപ്ഷനുകളിൽ ഈ ഒരു കർവ് ലഭ്യമാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഈ ഒരു ചാർജിങ് ലിഡ് തന്നെയാണ്. ഇത് ഓട്ടോ ഓപ്പൺ ആൻഡ് ക്ലോസ് ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചില വാഹനങ്ങളൊക്കെ ഓടിപ്പോൾ IC എഞ്ചിൻ വാഹനങ്ങളാണെങ്കിൽ വാഹനം ഓടിപ്പോകുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഫ്യൂലിൻ്റെ ലിഡ് ഓപ്പൺ ആയിരിക്കുന്നത് കാണും. അപ്പം പിന്നെ EVയിലേക്ക് വന്നാൽ നമ്മൾ ചില വാഹനങ്ങളിലൊക്കെ EV ഇങ്ങനെ ചാർജ് ചെയ്തതിന് ശേഷം ഇങ്ങനെ തുറന്നെഴുത് വാഹനം പോകുന്നതും കാണാറുണ്ട്. പക്ഷേ ഇതിലേക്ക് വന്നാൽ ഇത് ഓട്ടോ ഓപ്പൺ ക്ലോസ് ആണ്. വാഹനത്തിനുള്ളിൽ നിന്ന് ഇത് തുറക്കാൻ കഴിയും. ആ രീതിയിലാണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ വാഹനം ഇതിപ്പോൾ നമ്മൾ തുറന്നു വെച്ചതിന് ശേഷം ഇത് അടയ്ക്കാൻ മറന്നുപോയി വെച്ചോ, നമ്മൾ ചാർജിന് ശേഷം ഇത് ക്ലോസ് ചെയ്യാൻ മറന്നുപോയി നമ്മൾ വാഹനം കൊണ്ട് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും എന്നാണ് ടാറ്റ മോട്ടോഴ്സ് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് ചാർജിങ് ലിഡാണ് ഈ ഒരു വാഹനത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത. ഈ വാഹനത്തിൻ്റെ നാലാമത്തെ പ്രത്യേകത ഡിജിറ്റൽ ലൈറ്റിംഗ് ആണ്. അതായത് സ്മാർട്ട് ഡിജിറ്റൽ ലൈറ്റിംഗ് എന്നാണ് ടാറ്റ ഇതിനെ പറയുന്നത്. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് വാഹനത്തിൽ നിരവധി LED ലൈറ്റിംഗ് ഉണ്ട് ഉള്ളത്. ആദ്യം വന്നു കഴിഞ്ഞാൽ ലോക്കും അൺലോക്കും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ DRL ആനിമേഷൻ ഉണ്ട്. അതാണ് അതിനകത്ത് ഒരു കാര്യം. രണ്ടാമത്തേത് സ്മാർട്ട് ചാർജിങ് ആനിമേഷനാണ്. വാഹനം ചാർജിലിടുന്ന സമയത്ത് ലൈറ്റിൻ്റെ ആനിമേഷൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ മറ്റൊന്ന് സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്ററാണ് മറ്റൊരു ഓപ്ഷൻ, അത് നൽകിയിട്ടുണ്ട്. പിന്നീട് LED പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ്. LED ഫ്രണ്ട് ഫോഗ് ലാമ്പ് വിത്ത് കോർണറിംഗ് ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് സ്മാർട്ട് ഡിജിറ്റൽ കണക്റ്റഡ് LED ടെയിൽ ലാംപ്സ് വിത്ത് ആനിമേഷനാണ് മറ്റൊരു ഓപ്ഷൻ. അതായത് നമ്മൾ മുൻഭാഗത്തെ DRL കാര്യം പറഞ്ഞു, മറ്റേ വെൽക്കം ഗുഡ് ബൈ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ടെയിൽ ലാമ്പിലും അങ്ങനെ തന്നെ സ്മാർട്ടായിട്ടുള്ള ആനിമേഷൻസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അതാണ് ഈ വാഹനത്തിൻ്റെ നാലാമത്തെ പ്രത്യേകത.
ഈ ഒരു വാഹനത്തിൻ്റെ അഞ്ചാമത്തെ പ്രത്യേകത വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജിങ് ഓപ്ഷനാണ്. അതായത് ഈ ഒരു വാഹനം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു EV ചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ അഞ്ചാമത്തെ പ്രത്യേകത. ഒപ്പം തന്നെ ഇതൊരു പവർ ഹബ്ബായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ രാത്രിയിലൊക്കെ എവിടെയെങ്കിലും യാത്ര ചെയ്തതിന് ശേഷം എവിടെയെങ്കിലൊക്കെ നമ്മൾ ഫാമിലിയായിട്ടൊക്കെ പോയിട്ട് എവിടെയെങ്കിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വാഹനം പവർ ഹബ്ബായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് നമുക്ക് വാഹനം നിർത്തിയിട്ടതിന് ശേഷം ഇതിൽ നിന്ന് പവർ നമുക്ക് പുറത്തേക്ക് എടുത്ത് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് TV നമുക്ക് എക്സ്റ്റേണൽ TVയോ പ്രൊജക്ടറോ ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം. ഒപ്പം തന്നെ സൗണ്ട് അല്ലെങ്കിൽ മ്യൂസിക് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് നമുക്ക് ആവശ്യമുള്ള ലൈറ്റ് ഇത് ചെയ്യാം. അങ്ങനെ ഒരു പവർ ഹബ്ബ്, അതായത് ഇതിൽ നിന്ന് നമുക്കൊരു പവർ ഔട്ട്ലെറ്റ് എടുത്തതിന് ശേഷം ഒരു പവർ ഹബ്ബായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസോ അങ്ങനെയുള്ള പവർ നമുക്ക് ഇതിൽ നിന്ന് ഉപയോഗിക്കാം. അപ്പോൾ അത് തന്നെയാണ് ഈ വാഹനത്തിന് അഞ്ചാമത്തെ പ്രത്യേകത. അതായത് മറ്റൊരു വാഹനം ചാർജ് ചെയ്യാനും സാധിക്കും, ഇത് നമുക്കൊരു പവർ ഹബ്ബായിട്ട് ഉപയോഗിക്കാനും സാധിക്കും. ഈ വാഹനത്തിൻ്റെ ആറാമത്തെ പ്രത്യേകത ഇത് അഡാസ് ലെവൽ 2 ഉള്ളൊരു വാഹനമാണ് എന്നുള്ളതാണ്. അതായത് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റമായ അഡാസിൻ്റെ ലെവൽ 2 ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. അതായത് നമുക്ക് കുറേയധികം ഓപ്ഷനുകൾ ഇതിലുണ്ട്. ഡ്രൈവർ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ലെയിൻ കൺട്രോൾ, ഒപ്പം തന്നെ നമ്മൾ വാഹനം ലൈനിൽ നിന്ന് മാറിപ്പോയാൽ നമുക്ക് വാർണിംഗ് തരും. അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ്. റോഡിലെ ട്രാഫിക് സിഗ്നലുകളൊക്കെ നോക്കിയിട്ട്, സിഗ്നൽ എന്ന് പറയുമ്പോൾ നമുക്ക് റോഡിൽ കുറേ അധികം ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് വെച്ചിട്ടുണ്ട്. ആ ഇൻഫർമേഷൻസും ഒക്കെ വെച്ച് കൃത്യമായി നമുക്ക് റോഡിലെ സുരക്ഷിതമായി വാഹനം ഓടിക്കുന്നതിനുള്ള എല്ലാ അസിസ്റ്റും വാഹനം തരും. ഒപ്പം തന്നെ മുൻപിലത്തെ വാഹനം മുൻപിൽ പോയൊരു വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നു, നിർത്തുന്നു, ആ സമയത്ത് നമുക്ക് വാഹനം വാർണിംഗ് തരും, വാഹനം ബ്രേക്ക് ചെയ്യും. അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് അഡാസ് ലെവൽ 2 ഉപയോഗിച്ച് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആറാമത്തെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത് അഡാസ് ലെവൽ 2 ആണ്. ഈ വാഹനത്തിൻ്റെ ഏഴാമത്തെ പ്രത്യേകത ഞാൻ കാണുന്നത് ഈ ഒരു അലോയ് വീല് തന്നെയാണ്. 18 ഇഞ്ചിൻ്റെ അലോയ് വീലാണ് ഈ വാഹനം നൽകിയിട്ടുള്ളത്. 215 55 പ്രൊഫൈലിലുള്ള 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് വാഹനത്തിലുള്ളത്. അതുതന്നെ എയറോ ഡൈനാമിക് ഡിസൈനിലാണ്. ഈ ഇൻസേർട്ടുകളൊക്കെ പ്രത്യേക ഫീൽ തന്നെ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഏഴാമത്തെ ഫീച്ചറായിട്ട് ഏറ്റവും മികച്ച ഫീച്ചറായി ഞാൻ കാണുന്നത് ഈ ഒരു 18 ഇഞ്ചിൻ്റെ അലോയ് വീല് തന്നെയാണ്. ഈ വാഹനത്തിൻ്റെ എട്ടാമത്തെ ഫീച്ചറായി ഞാൻ കാണുന്നത് ഓപ്ഷൻ ഇതാണ്. കാരണം 500 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഗസ്റ്റർ ഉപയോഗിച്ച്, അത് നമുക്ക് കാല് വേവ് ചെയ്ത് ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കും. ഈ ബട്ടൺ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാൻ സാധിക്കും. വാഹനത്തിൻ്റെ അകത്ത് അതിനുള്ള ബട്ടൺ നൽകിയിട്ടുണ്ട്, സ്വിച്ച് നൽകിയിട്ടുണ്ട്, അത് ഉപയോഗിച്ച് സാധിക്കും. ഒപ്പം ഈ ഒരു കീ ഉപയോഗിച്ചിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഒപ്പം തന്നെ 500 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെക്കൻഡ് റോയിലെ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ 900 ലിറ്ററിലേക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും എന്നുള്ളതൊരു വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നു. ഈ വാഹനത്തിൻ്റെ 9ാമത്തെ ഫീച്ചറായി ഞാൻ കാണുന്നത് ഈ ഒരു സൺറൂഫാണ്. മികച്ചൊരു പനോരമിക് സൺറൂഫ് തന്നെ ഈ ഒരു വാഹനത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അത് മികച്ചൊരു വ്യൂ നമുക്ക് നൽകുന്നുണ്ട്. തീരെ ചെറുതല്ല, അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് സൺറൂഫ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ 9ാമത്തെ ഫീച്ചറായി ഞാൻ കാണുന്നത് ഈ ഒരു സൺറൂഫാണ്. ഈ വാഹനത്തിൻ്റെ 10ാമത്തെ ഫീച്ചറായി ഞാൻ കാണുന്നത് IRA.EV എന്ന ടെക്നോളജിയാണ്. അതായത് നമ്മളുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ലഭ്യമാകുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഫോണുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കണക്റ്റഡ് ഫീച്ചറാണ് IRA.EV എന്ന് പറയുന്നത്. അതുപയോഗിച്ച് കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് സാധനങ്ങൾ ചെയ്യുന്നതിന് പുറമേ നമ്മുടെ യാത്രകളൊക്കെ നമുക്ക് IRA.EV ഉപയോഗിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. മറ്റൊന്നുമല്ല, നമുക്കിപ്പോൾ പോകുന്ന വഴിയിൽ എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷനുകളുണ്ട്, ചാർജിങ് പോയിന്റുകൾ എവിടെയൊക്കെയുണ്ട്, നമുക്ക് എവിടെ ചാർജ് ചെയ്യാൻ സാധിക്കും, നമ്മുടെ യാത്ര, അങ്ങനെ നമുക്ക് യാത്ര കൃത്യമായി പ്ലാൻ ചെയ്യാൻ ഈ IRA.EV ഉപയോഗിച്ച് പറ്റും. ഒപ്പം തന്നെ നമ്മളുടെ ഒരു ഡ്രൈവിംഗ് ഹിസ്റ്ററി, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു IRA.EV ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. അതിൽ പ്രധാനമായി എടുത്ത് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് സ്കോർ അനലറ്റിക്സ് ഉണ്ട്, കാർ ലൊക്കേഷൻ ട്രാക്കിംഗ്, നമ്മുടെ വാഹനം നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും, നമ്മൾ ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ചാർജിങ് ലൊക്കേഷൻ, അതായത് വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലെ 9,000-ലധികം പ്ലസ് ചാർജിങ് സ്റ്റേഷനുകൾ നിലവിൽ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് ഒരു കണക്ക്. അതായത് 14 ചാർജിങ് സ്റ്റേഷൻ പ്രൊവൈഡറുകളുണ്ട്. ഇതിൻ്റെ എല്ലാം ചാർജിങ് സ്റ്റേഷനുകൾ നമുക്ക് കൃത്യമായി അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. ഒപ്പം തന്നെ റോഡ് സൈഡ് അസിസ്റ്റ്, സർവീസ്, ആക്സസറീസ്, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ഈ IRA.EV ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു കണക്റ്റഡ് ഫീച്ചറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ 10ാമത്തെ പ്രധാനപ്പെട്ട ഫീച്ചറായി ഞാൻ കാണുന്നത് ഈ ഒരു IRA.EV ആണ്.
ഈ പറഞ്ഞത് 10 പ്രത്യേകതകൾ മാത്രമാണ്. ഈ ഒരു വാഹനത്തിൽ 10-ലധികം പ്രത്യേകതകൾ, ഇനിയും പറഞ്ഞാൽ തീരാത്ത കുറേയധികം പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ നമുക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സീറ്റുകളാണ്, വെന്റിലേറ്റഡ് സീറ്റുകളാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വാഹനം ഭാരത് ഇൻഗ്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ലഭ്യമായ വാഹനമാണ്. ടാറ്റയുടെ വാഹനമായതുകൊണ്ട് നമ്മൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ, സുരക്ഷയുടെ കാര്യത്തിൽ അങ്ങനെ എടുത്തു പറയേണ്ട കാര്യമില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. വാഹനത്തിൽ 6 എയർ ബാഗുകൾ. അങ്ങനെ സേഫ്റ്റിയുടെ കാര്യത്തിലും ഒരു കോംപ്രമൈസും ഈ ഒരു വാഹനത്തിൽ ടാറ്റ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും വാഹനത്തിൻ്റെ 10 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ മാത്രമാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തെ അടുത്തറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തെ ഒന്ന് അടുത്തറിയാം. അതിനുവേണ്ടി നമുക്ക് വാഹന ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ, വാഹനം ഡിസൈനിൽ കാണാൻ ഏകദേശം ടാറ്റയുടെ ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങൾ, ഇപ്പോൾ നെക്സോണുമായിട്ടൊക്കെ വളരെ വലിയ സാമ്യം വാഹനത്തെ മുൻഭാഗത്ത് തോന്നുന്നുണ്ട്. അത് മുൻഭാഗത്തെ നമുക്ക് തോന്നുന്നു ഈ ഒരു DRL-ഉം ഒപ്പം ടേൺ ഇൻഡിക്കേറ്ററും താഴത്തെ ഈ ഹെഡ് ലാമ്പും ഒക്കെ ആയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ ടാറ്റ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് വെച്ചാൽ ഒഫീഷ്യൽ ലോഞ്ച് ചെയ്തതല്ല, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവർ ആദ്യമായി അനൗൺസ് ചെയ്ത ഈ കർവിലാണ് ഈ ഒരു മോഡൽ ഡിസൈൻ ഉണ്ടായിരുന്നത്. പക്ഷേ ടാറ്റ അതിനുശേഷം വാഹനങ്ങളെല്ലാം ഫേസ് ലിഫ്റ്റ് വന്നു. ഹാരിയറും നെക്സോണും പഞ്ചും അടക്കമുള്ള എല്ലാ വാഹനങ്ങളും ഫേസ് ലിഫ്റ്റ് വന്ന സമയത്താണ് ഏകദേശം ഈ ഒരു ഡിസൈനിലേക്ക് ടാറ്റയുടെ ബാക്കിയുള്ള വാഹനങ്ങളും എത്തിയത്. പക്ഷേ ബാക്കിയുള്ള ഫേസ് ലിഫ്റ്റ് വാഹനങ്ങൾ ലോഞ്ച് ചെയ്തതിന് ശേഷമാണ് ടാറ്റ ഈ ഒരു വാഹനം, ഈ ഒരു കർവ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ വാഹനങ്ങളുമായിട്ട് ഇതിനെവിടെയോ ഒരു സാമ്യം തോന്നിക്കുന്നുണ്ട്, മുൻഭാഗത്തൊക്കെ സാമ്യം തോന്നിക്കുന്നുണ്ട്. പിന്നീട് വന്നു കഴിഞ്ഞാൽ പ്രധാന ആകർഷണം ടാറ്റയുടെ ഈ ഒരു ലോഗോ തന്നെയാണ്. ഈ ലോഗോയ്ക്ക് ഉള്ളിലാണ് ചാർജിങ് പോർട്ട് നൽകിയിട്ടുള്ളത്, ചാർജ് ചെയ്യാനുള്ള പോർട്ട് നൽകിയിട്ടുള്ളത് ഇതിന് ഉള്ളിലായിട്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു പ്യുവർ EV ആണ്. ടാറ്റ ഒരു ഇലക്ട്രിക് വാഹനമായിട്ട് തന്നെ അവതരിപ്പിച്ചൊരു വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാഹനം നിർമ്മിച്ചിട്ടുള്ളതും പ്യുവർ EV പ്ലാറ്റ്ഫോമിലാണ്. മുൻപുണ്ടായിരുന്ന ടാറ്റ വാഹനങ്ങളൊക്കെ പുറത്തിറക്കിക്കൊണ്ടിരുന്നത് നിലവിലുണ്ടായിരുന്ന IC എഞ്ചിൻ പ്ലാറ്റ്ഫോമിൽ മാറ്റങ്ങൾ വരുത്തി, ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ആ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ ഇലക്ട്രിക് അവതരിപ്പിക്കുകയായിരുന്നു. പക്ഷേ എന്നാൽ ഈ ഒരു വാഹനം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായും EV പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻപുണ്ടായിരുന്ന ആ ഫ്യൂവൽ ലിഡിൽ ആണ്, ആ ഭാഗത്ത് തന്നെയാണ് ചാർജിങ് നെക്സോണിലൊക്കെ വന്നിട്ടുള്ളത്. എന്നാൽ ഈ പുതിയ മോഡലിലേക്ക് വരുമ്പോൾ മുൻഭാഗത്ത് ഇവിടെയായിട്ട് ഈ ലോഗോയുടെ താഴെയായിട്ടാണ് ചാർജിങ്ങിനുള്ള ഒരു പോർട്ട് നൽകിയിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു DRL-ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള DRL നൽകിയിരുന്നു. ഇവിടെ ടേൺ ഇൻഡിക്കേറ്റർ, അതൊക്കെ മനോഹരമായ ഒരു ഡിസൈനാണ്. കണക്റ്റഡ് ആയിട്ടുള്ള DRL-ഉം ആ ടേൺ ഇൻഡിക്കേറ്ററൊക്കെ വളരെ മികച്ച ഒരു ഫീല് വാഹനത്തിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നീട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മനോഹരമായ ഡിസൈനുകളാണ് ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ ഒരു എയർ ഡാമും ഗ്രില്ലും ഒക്കെ മനോഹരമായ ഒരു ഡിസൈൻ തന്നെ നൽകിയിട്ടുണ്ട്. അത് വാഹനത്തിനൊരു പ്രീമിയം ഫീലൊക്കെ നൽകുന്നുണ്ട്. പിന്നീട് നമ്മൾ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ഹെഡ് ലാമ്പ് നൽകിയിട്ടുള്ളത്. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് ഇവിടെയാണ് നൽകിയിട്ടുള്ളത് അല്ലേ. അതിന് താഴെ ഫോഗ് ലാമ്പും ഇവിടെ നൽകിയിട്ടുണ്ട്. താഴെയായിട്ട് എയർ ഡാമും ഒക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ വളരെ മികച്ച രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ പലതും തമ്മിൽ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഇപ്പം ഇതുണ്ടല്ലേ, ഈ ഒരു ഹെഡ് ലാമ്പ് ഫോഗ് ലാമ്പ് പോർഷൻ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ടാണ് അതിന് ചുറ്റും നൽകിയിട്ടുള്ളത്. അവിടെ നിന്ന് അത് കൃത്യമായി കണക്ട് ചെയ്ത് ഗ്രില്ലിലെത്തുന്നു. ഗ്രില്ലിൽ നിന്ന് അടുത്ത വശത്തേക്ക് പോകുന്ന രീതിയിലുള്ള ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. താഴെയാണെങ്കിലും ലോവർ ലിപ്പിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ബ്ലാക്ക്, അതിന് താഴെ ഒരു അലൂമിനിയം ഫിനിഷൊക്കെ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായൊരു ഡിസൈൻ തന്നെയാണ് അത് നൽകുന്നത്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുണ്ട്, ആ ബൾജ് നിൽക്കുന്ന പോർഷനൊക്കെ ബോണറ്റിൽ വളരെയധികം ഒരു മസ്കുലർ ലുക്ക് നൽകുന്നുണ്ട്. ടാറ്റയുടെ വാഹനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. അതായത് നമുക്കൊരു ഒരു SUV ഫീലിന് വേണ്ടി ഈ ഒരു മസ്കുലർ ലുക്ക് ടാറ്റയുടെ വാഹനങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഒരു മസ്കുലർ ലുക്ക് ഈ ഒരു വാഹനത്തിനുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് ഈ ബൾജ് നിൽക്കുന്ന പോർഷനൊക്കെ വാഹനത്തിന് ഈ പറഞ്ഞ പോലെ ഒരു വലിയ വാഹനം എന്നൊരു ഫീല് നമുക്ക് തരുന്നുണ്ട്. പിന്നീട് നമുക്ക് വശക്കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട ആകർഷണം നോക്കിയാൽ ഈ വാഹനത്തിൻ്റെ ആ ഒരു അലോയ്സും വീലും ഒക്കെ തന്നെയാണ്. വാഹനത്തിന് നൽകിയിട്ടുള്ളത് 215/55 പ്രൊഫൈലിലുള്ള 18 ഇഞ്ചിൻ്റെ ടയറാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളതെന്ന് പറയാം. വാഹന അലോയ്സിലേക്ക് വന്നാൽ അതിനും പ്രത്യേകതയുണ്ട്. ടാറ്റയുടെ പല വാഹനങ്ങൾ കണ്ടുവരുന്ന ആ ഒരു EV-യിൽ കണ്ടുവരുന്ന എയറോ ഡൈനാമിക് ആയിട്ടുള്ള ആ ഒരു അലോയ്സാണ്
നൽകിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ്. അതിൽ തന്നെ ആ സ്പെഷ്യൽ ഇൻസേർട്ടൊക്കെ പ്രത്യേക ഒരു ഫീൽ തന്നെ നൽകിയിട്ടുണ്ട് ആ ഡിസൈൻ നൽകിയത്. വീലാർച്ചൊക്കെ ആണെങ്കിൽ വീലാർച്ച് പല വാഹനങ്ങളുടെയും വീലാർച്ച് നമുക്ക് അറിയാം ഹാർഡ് പ്ലാസ്റ്റിക് ആണ്, ആ ഒരു രീതിയിലാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയ വീലാർച്ചാണ് നൽകിയിട്ടുള്ളത്. അത് മുന്നിലത്തെ ലോവർ ലിപ്പിൽ നിന്നും കണക്റ്റഡായി വശത്ത് വീലാർച്ചിലേക്ക് വരുന്നു. അവിടെ നിന്ന് താഴേക്ക് പോയി അങ്ങനെ തന്നെ റണ്ണിങ് ബോർഡ് വഴി പിൻഭാഗത്തെ വീലാർച്ചിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. നേരത്തെ ഞാൻ മുൻഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ കണക്റ്റഡായിട്ടാണ് ഇതൊക്കെ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവിടേക്ക് വന്നാൽ ഡോട്ട് ഇവിയുടെ ഒരു ബാഡ്ജിങ് അവിടെ നൽകിയിട്ടുണ്ട്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മിററിലേക്ക് വന്നാൽ മിറർ അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ നൽകിയിരിക്കുന്നു. താഴെയായി 360 വ്യൂവിൻ്റെ ക്യാമറ നൽകിയിരിക്കുന്നു. അതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയാണ് ആ ഒരു മിററും നൽകിയിട്ടുള്ളത്. ഇത് നമുക്ക് ഡോർ ഹാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായ ഡിസൈനാണ്. നമ്മൾ മഹേന്ദ്രയുടെ XUV 700 കണ്ടതിന് സമാനമായ ഡോർ ഹാൻഡിലാണ് ഇതിന് നൽകിയിട്ടുള്ളത്. പക്ഷേ അതിലുണ്ടായിരുന്നത് ഓട്ടോമാറ്റിക്, നമ്മൾ വാഹനം അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് ഓപ്പൺ ചെയ്ത് വരുന്ന രീതിയിലായിരുന്നു ഡിസൈൻ നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൽ മറിച്ച് നമ്മൾ ഇവിടെ പുഷ് ചെയ്തതിന് ശേഷം ഇവിടെ പുള്ള് ചെയ്തിട്ടാണ് ഈ ഡോർ ഓപ്പൺ ചെയ്യേണ്ടത്. അതിൽ തന്നെ ഒരു LED ലൈറ്റും നൽകിയിട്ടുണ്ട്. കാരണം രാത്രിയിലൊക്കെ ഡോർ ഹാൻഡിൽ കൃത്യമായി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു LED ലൈറ്റും നൽകിയിട്ടുണ്ട്. പിന്നെ കീലെസിൻ്റെ ഒരു ബട്ടണും അവിടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അവിടുത്തെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ പിൻഭാഗത്ത് ഡോർ ഹാൻഡിൽ നേരത്തെ പറഞ്ഞ പോലെ ആ സെയിം ഡിസൈനോട് കൂടി തന്നെയുള്ള ഡോർ ഹാൻഡിലാണ്. പറഞ്ഞ പോലെ ഈ പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെയാണ്, ഈ കൂപ്പേ ഡിസൈൻ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ മുൻഭാഗം കണ്ടപ്പോൾ പറഞ്ഞു നെക്സോണുമായും ടാറ്റയുടെ ഇപ്പോൾ ഇറങ്ങിയേക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാഹനങ്ങളോടൊക്കെ സാമ്യം ഉണ്ടെങ്കിൽ പിൻഭാഗത്തേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു സാമ്യവുമില്ല. സാമ്യമുണ്ട്, എന്നാൽ ഇവിടെ ഈ ഇത്രയും ഭാഗം ഒരു സാമ്യവുമില്ല. ഒരു കൂപ്പേ ഡിസൈൻ, വാഹനം ഇങ്ങനെ ചരിഞ്ഞ് ഇറങ്ങുന്ന ഡിസൈനാണ്. ഒരു ലംബോർഗിനി ഉറൂസുമായൊക്കെ സാമ്യമുണ്ട് എന്ന തരത്തിലുള്ള കമൻറ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതാണ് പിൻഭാഗത്തേക്ക് വരുമ്പോൾ. അതിൻ്റെ മുകളിലായിട്ട് ഒരു ഷാർപ്പിൻ ആൻറ്റിന നൽകിയിട്ടുണ്ട്. ഒരു സ്പോയിലർ ടൈപ്പ് ഡിസൈൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അവിടുന്ന് താഴേക്ക് വരുമ്പോൾ മനോഹരമായൊരു ഡിസൈൻ തന്നെയാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത്. കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പാണ് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ടെയിൽ ഇൻഡിക്കേറ്ററും ഒക്കെ ആ ഭാഗത്ത് തന്നെ നൽകിയിട്ടുണ്ട്. ഇതെവിടെയോ നമ്മൾ ഹാരിയറുമായിട്ടും ഒക്കെ സാമ്യം തോന്നുന്ന ഡിസൈനാണ്. പക്ഷേ അതിൽ നിന്നും വളരെ വലിയ വ്യത്യാസമുണ്ട്. അതിൻ്റെ ഒറ്റ നടുവിലായിട്ട് ടാറ്റയുടെ ബാഡ്ജിങ് ഉണ്ട്. അതിന് താഴെ 360 ക്യാമറയുണ്ട്. ഇവിടേക്ക് വന്നാൽ കർവ് ഡോട്ട് TV എന്ന് പറഞ്ഞ ബാഡ്ജിങ് ഉണ്ട്. വീണ്ടും താഴേക്ക് വന്നാൽ നമ്മൾ മുൻഭാഗത്ത് കണ്ടു, മുൻഭാഗത്ത് പറഞ്ഞു ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയ ലോവർ പോർഷൻ അത് കൃത്യമായി ഈ പിൻഭാഗത്തും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മുൻഭാഗത്തെ ഗ്രില്ലിൽ നിന്ന് ആരംഭിച്ച് വശങ്ങളിലെ വീലാർച്ചിൽ കൂടി പിൻഭാഗത്തേക്ക് എത്തി നിൽക്കുന്ന രീതിയിലുള്ള ആ ഒരു ഡിസൈനാണ്. അതിൻ്റെ ഏറ്റവും താഴെയായി ഒരു അലൂമിനിയം ഫിനിഷോട് കൂടി സ്കിറ്റ് ലൈറ്റും നൽകിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയകരമായ കാര്യമാണ്. ഇനി ഇവിടെയൊക്കെ പാർക്കിംഗ് സെൻസറുകൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വാഹനം ഇതുണ്ടല്ലേ, നമ്മൾ ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ബട്ടൺ അമർത്തിയാൽ ബൂട്ട് ഓപ്പൺ ആവുന്നൊരു കാഴ്ചയുണ്ട്. ബൂട്ടിലെ സ്പേസ് എന്ന് പറയുന്നത് 500 ലിറ്ററാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു 500 ലിറ്ററാണ് ബൂട്ടിലെ സ്പേസ് എന്ന് പറയുന്നത്. അതായത് വളരെ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് ലിഡ് തന്നെയാണ്. ഇത് ക്ലോസ് ചെയ്യാൻ ഈ ഒരു ഇത് ചെയ്താൽ മതി. ഇത് പോകുന്ന വഴിക്ക് വീണ്ടും അടയ്ക്കണമെങ്കിൽ ഇവിടേക്ക് ഇത് ചെയ്താൽ ഇത് വീണ്ടും സ്റ്റോപ്പാവും. ഇവിടെ പ്രസ് ചെയ്താൽ ഇത് വീണ്ടും മുകളിലേക്ക് ഉയരും. ഇനി ഒരു കാര്യം ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതുണ്ട്. ഇതിൻ്റെ താഴെ നമ്മൾ നിന്നാൽ എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ക്ലോസ് ആവുന്നത് സ്റ്റോപ്പ് ആകുമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ അങ്ങനൊരു ഇതില്ല. ഇത് താഴെ ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിലും അത് കൃത്യമായി ക്ലോസ് ആയിട്ട് വരും. വാഹനത്തിൻ്റെ പുറമേ ഉള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഉൾഭാഗത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടത്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ വളരെ പ്രീമിയം ഫീൽ തന്നെ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് തരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു 4 സ്പോക്ക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല്, ഇതിൻ്റെ അകത്തെ ഇൻറ്റീരിയറിലെ ഫിനിഷ്, സീറ്റ് വെൻറ്റിലേറ്റഡ് സീറ്റുകളാണ്. ഒപ്പം തന്നെ ഈ ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ, ഇതിലെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം, നമ്മളെ വെൽക്കം ചെയ്യുന്ന വെൽക്കം മെസ്സേജ്, ഒപ്പം തന്നെ ഈ ക്ലസ്റ്ററിൻ്റെ ആ ഒരു ഗ്രാഫിക്സുകൾ, ഈ ഭാഗത്തെ കൺട്രോൾ സ്വിച്ചുകൾ, അങ്ങനെയൊക്കെ മൊത്തത്തിൽ വരുന്ന സമയത്ത് നമുക്കൊരു പ്രീമിയം ഫീൽ തന്നെ ഈ ഒരു വാഹനം തരുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു.
ഇനി നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങാം. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വാഹനത്തിലുള്ളത്. അതിൽ തന്നെ ഒരു ലെതർ ഫിനിഷ് നൽകിയിട്ടുണ്ട്. ഫ്ലാറ്റ് ബോട്ടമാണ്. ഇതിലേറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാറ്റയുടെ ലോഗോ ആണ്. കാരണം സാധാരണ നമ്മൾ കാണുന്ന എല്ലാ വാഹനങ്ങളുടെയും ഇവിടെ നമുക്ക് ആ ഒരു ലോഗോ നോർമലായിട്ട് നൽകിയിട്ടുള്ളത്. പക്ഷേ എന്നാൽ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടില്ലേ, ഇത് ഒരു വെൽക്കം മെസ്സേജ് പോലെ കണ്ടില്ലേ. നമ്മൾ വാഹനം ഓൺ ആക്കുന്ന സമയത്ത് മാത്രമാണ് ടാറ്റയുടെ ലോഗോ അവിടെ വരിക. ആ രീതിയിലുള്ള ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. വളരെ മനോഹരമാണ്. പിന്നെ ഈ ഭാഗത്ത് ഫോണിൻ്റെ കൺട്രോളുകൾ, വോളിയം കൺട്രോൾ സ്വിച്ചുകളൊക്കെ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഇവിടെ അഡാസിൻ്റെ റിലേറ്റ് ചെയ്ത സ്വിച്ചും ഒപ്പം തന്നെ ക്രൂയിസ് കൺട്രോൾ, വാഹനം ഇതിനുള്ളിലെ ഇൻഫോ ചേഞ്ച് ചെയ്യുന്നത്, ഇതിൻ്റെ കൺട്രോൾ, അങ്ങനെയുള്ള കുറച്ച് സ്വിച്ചുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. വളരെ മനോഹരമായൊരു സ്റ്റിയറിംഗ് വീൽ എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി സ്റ്റിയറിംഗ് വീലിൽ നിന്ന് നേരെ നമുക്ക് ഈ ഒരു ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്കാണ് പോകേണ്ടത്. ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കുറേ അധികം കാര്യങ്ങളുണ്ട്. നോക്കിയാൽ നമുക്കിപ്പോൾ കുറേയധികം ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ആമസോൺ അലക്സ, AQI, arcade.ev, ക്ലൈമറ്റ് കൺട്രോൾ, EV ഓപ്ഷൻസ്, JBL മോഡ്, ഇമേജ് വെയർ, മീഡിയ, റേഡിയോ, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഈ ഒരു ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ JBLൻ്റെ മോഡുകൾ ഉണ്ട്. JBLൻ്റെ സ്പീക്കറുകളാണ് ഈ വാഹനം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ JBLൻ്റെ മോഡുകളുണ്ട്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഏറ്റവും ഈ ഒരു ഓപ്ഷൻ തന്നെയാണ്. അതായത് ഇത്രയധികം JBL ഓപ്ഷൻ ഉണ്ടെങ്കിലും കിഡ്സ് സ്ലീപ്പിംഗ് ഇൻ ബാക്ക് എന്നൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അതായത് നമ്മൾ എത്ര സൗണ്ടിൽ ഇതല്ലേ, നല്ല ഹൈ വോളിയത്തിൽ ഈ ഒരു എത്ര ഹൈ വോളിയത്തിലാണെങ്കിലും നേരെ അതിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഫുള്ളി ഓഡിയോ ഡൗൺ ആകും. സൗണ്ട് ഫുള്ളായിട്ട് മുൻഭാഗത്തെ ഈ സ്പീക്കറുകളിലേക്ക് മാത്രമായിട്ട് കേന്ദ്രീകരിക്കുന്നത് മികച്ചൊരു ഓപ്ഷനായിട്ട് ഞാൻ കാണുന്നു. മറ്റൊരു കാര്യം 360 ക്യാമറ തന്നെയാണ്. ഇതിൽ നമുക്ക് സറൗണ്ട് വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. 4 വശത്തു നിന്നുള്ള വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. അത് 3D വേണമെങ്കിൽ 3D ഇത് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരു ബ്ലാങ്ക് സ്പോട്ട് കാണുന്ന മറ്റൊന്നുമല്ല, വാഹനത്തിൽ ഒരു ഡോർ ഓപ്പൺ ആയി കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു സൈഡ് ബ്ലാങ്ക് ആയിട്ട് കാണുന്നത്. ഫ്രണ്ടിലെ 2 ക്യാമറകൾ, ബാക്കിലേക്കുള്ള 2 ക്യാമറകൾ, അങ്ങനെ 360 സറൗണ്ട് വ്യൂ ഇതിനുള്ളിലുണ്ട്. അപ്പം വോയിസ് അസിസ്റ്റ് ഉണ്ട്. ഹേ ടാറ്റ, ഓപ്പൺ സൺറൂഫ്. അപ്പോൾ അങ്ങനെ വോയിസ് അസിസ്റ്റ്, വോയിസ് കൺട്രോൾ ആയിട്ട് കുറേ കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടാറ്റ അസിസ്റ്റാണ്. നമ്മൾ ജസ്റ്റ് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നേരെ കണ്ടില്ലേ, ഇതിലേക്ക് ടാറ്റയുടെ അസിസ്റ്റിലേക്ക് നേരെ പോകും. ടാറ്റയുടെ നമുക്ക് എന്തെങ്കിലും അസിസ്റ്റ് ആവശ്യമുണ്ട്, നേരെ ടാറ്റയുടെ അസിസ്റ്റിലേക്ക് നമ്മുടെ ലൊക്കേഷൻ അടക്കമാണ് ഷെയർ ആവുക. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ AC വെൻറ്റുകളൊക്കെ ഡാഷ്ബോർഡിൻ്റെ കൃത്യമൊത്ത നടുവിലായിട്ട് നൽകിയിട്ടുണ്ട്. ഇരുവശത്തും ഒപ്പം തന്നെ സെൻറ്ററിലും അത് ഒരേ ലെവലിൽ ആണ് 4 AC വെൻറ്റുകൾ നൽകിയിരിക്കുന്നത്. ഇവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഡിസൈൻ നമ്മൾ വാഹനത്തിൻ്റെ മുൻഭാഗം കണ്ട സമയത്ത്, താഴത്തെ ഗ്രില്ലിൻ്റെ ഭാഗത്തൊക്കെ കണ്ട സമയത്ത് അവിടെയൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ ഉണ്ടായിരുന്നു. അത് തന്നെ വാഹനത്തിൻ്റെ ഉൾഭാഗത്തും നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വന്നാൽ ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ഇവിടെ ലെതർ ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വരികയാണെങ്കിൽ AC യുടെ കൺട്രോൾ സ്വിച്ചുകൾ, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ, ലോക്ക് അൺലോക്ക്, 360 വ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ചാർജിങ്, നമ്മുടെ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച്, അങ്ങനെയുള്ള സ്വിച്ചുകളൊക്കെ ഈ കൺട്രോൾ സ്വിച്ചുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഗിയർ ഷിഫ്റ്റ് ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, പാർക്ക് അത് ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. അതിന് ബാക്കിൽ റോട്ടറി സ്വിച്ച് നൽകിയിരിക്കുന്നു. സിറ്റി, എക്കോണമി, സ്പോർട്ട് 3 ഡ്രൈവ് മോഡുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ പാർക്കിൻ്റെ ഇലക്ട്രിക് പാർക്ക് സ്വിച്ച് നൽകിയിരിക്കുന്നു. ഇവിടെ ഓട്ടോ ഹോൾഡിൻ്റെ സ്വിച്ച് നൽകിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഇവിടെ ആണ് വാഹനത്തിൻ്റെ മൊബൈൽ വെക്കാനുള്ള സ്പേസ് ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ വെക്കുന്ന സമയത്ത് നമ്മളുടെ മൊബൈൽ ഓട്ടോമാറ്റിക്കലി ചാർജ് ആവും. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ആംറസ്റ്റിൻ്റെ അടിയിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇവിടേക്ക് വന്നാൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ്, ഗ്ലോ ബോക്സ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഉണ്ട് അതിനുള്ളിൽ. ഇനി ഇവിടേക്ക് വന്നാൽ ഇവിടെ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ AC നമ്മുടെ സൺറൂഫിൻ്റെ കൺട്രോൾ സ്വിച്ച് ഇവിടെ നൽകിയിരിക്കുന്നു. SOS എമർജൻസി SOS ബട്ടൺ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. ഇവിടേക്ക് വന്നാൽ ഒരു എയർ ബാഗിൻ്റെ വാണിംഗ് ലൈറ്റ് ഈ ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. മിറർ ഓട്ടോ ഡിമ്മിങ് ആണ്. അതിൻ്റെ ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് തന്നെയാണ്. ആ ഗ്രാഫിക്സുകൾ, നമ്മൾ വെൽക്കം ഗ്രാഫിക്സ് അടക്കമുള്ള ഗ്രാഫിക്സുകൾ ആണ്. ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്താണെങ്കിൽ അതിൽ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഉണ്ട്, റൈറ്റ് സൈഡിലെ ക്യാമറ ഓണായി, അതിലെ വ്യൂ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ
ഈ വശത്തായിട്ട് ലെഫ്റ്റ് സൈഡിലെ ആ ഒരു ക്യാമറയുടെ വ്യൂ നമുക്ക് ഈ സൈഡിൽ കാണാൻ സാധിക്കും. വാഹനത്തിനൊരു സ്പോർട്ടി ഫീൽ നൽകുന്നതിന് വേണ്ടിയിട്ട് സ്റ്റിയറിംഗ് വീലിൻ്റെ താഴെ നമുക്ക് പാഡിൽ ഗിയർ ഷിഫ്റ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതും കൊള്ളാം, വളരെ മനോഹരം. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്, വാഹനത്തിൻ്റെ സീറ്റുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, സീറ്റുകൾ വെന്റിലേറ്റഡ് സീറ്റുകളാണ്. മുൻഭാഗത്തെ 2 സീറ്റുകളും വെന്റിലേറ്റഡ് സീറ്റുകളാണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ഈ വാഹനത്തിൻ്റെ വിലയിലേക്ക് വന്നാൽ 19.25 ലക്ഷം മുതൽ 24.25 ലക്ഷം വരെയാണ് ഈ ഒരു കെർവഡോ ടി.വി.യുടെ ഓൺ റോഡ് വില എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് ഈ ഒരു വാഹനം ഇന്ന് ഡ്രൈവിന് വേണ്ടി എടുത്തിട്ടുള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായിട്ടുള്ള ലെക്സൺ ടാറ്റയിൽ നിന്നാണ്. സാധാരണ ടാറ്റയുടെ സർവീസിനെ പറ്റിയൊക്കെ ആളുകൾക്ക് വലിയ പരാതിയുണ്ട്. ടാറ്റയുടെ വാഹനങ്ങൾ നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ആളുകൾ വന്ന് പ്രധാനമായും കമൻ്റ് ഇടുന്നത് സർവീസിനെ പറ്റിയാണ്. പക്ഷേ ലെക്സൺ ടാറ്റ അതിനൊരു പരിഹാരം ആയിട്ട് എത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അവർക്ക് വളരെ മികച്ച സർവീസ് ഫെസിലിറ്റി ഉണ്ട്. എന്തായാലും ഈ ലെക്സൺ ടാറ്റയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വാഹനം ഇന്ന് ഡ്രൈവിന് വേണ്ടി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവിനൊക്കെ വേണമെങ്കിൽ അവരെ സമീപിച്ചാൽ അവരതിനുള്ള സൗകര്യം ഒരുക്കി തരുന്നതായിരിക്കും. മറ്റൊരു കാര്യം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നമ്മൾ ഈ ഒരു വാഹനം ഇപ്പോൾ ഞാൻ ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് മാത്രം ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വാഹനം പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. നിങ്ങളുടെ ആവശ്യത്തിന് ഉതകുന്ന വാഹനമാണോ ഇത് എന്നൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ വാഹനം പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു അധ്യായത്തിൽ കാണാം. ബായ്.